4 ബംഗാളികളും. അവരെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന് റിസോർട്ടിൽ കുടുങ്ങിയവർ ഉരുൾപൊട്ടിയതോടെ മുണ്ടക്കൈ ഭാഗത്ത് നിന്നുമുള്ള ബാക്കിയായവരിൽ പലരും പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് ഓടിയെത്തി. അവർ വന്ന് പറഞ്ഞപ്പോഴും താഴത്തെ അവസ്ഥ ഇത്ര ഭീകരമായിരിക്കുമെന്ന് അറിയില്ലായിരുന്നു. സമീപത്തുള്ള ഒരു റിസോർട്ടിൽ 200ഓളം പേരാണ് ആ രാത്രിയും പകലും കഴിച്ചു കൂട്ടിയതെന്ന് അലവി ഓർത്തു പറയുന്നു. എന്തു മനസ്സിലായി? അവിടെ നടന്നിരുന്ന ആ ഒട്ടുമിക്ക ആ ഒരു തിരച്ചിലിൽ പ്രദേശവാസികളായിട്ടുള്ള പലരും ആ ഒരു തിരച്ചിലിന് ഒപ്പം തന്നെ അവർക്കറിയാവുന്ന വഴികളും കാടുകളും കുന്നുകളും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഭാഗങ്ങളിലേക്കെല്ലാം ആ പ്രദേശത്തുള്ള ആളുകളാണ് ഈ സേനയ്ക്ക് ആ വഴികളും അതുപോലെ തന്നെ അറിയുന്ന അരുവികളും മറ്റുമൊക്കെ കാണിച്ചു കൊടുത്തവരെ അവിടെയെല്ലാം തിരച്ചിൽ നടത്തിയത്. ഇത്രയേറെ ആ ഒരു ആർജവത്തോടു കൂടി നടത്തിയ തിരച്ചിലാണ് 344 പേരെ ആ ഒരു ദുരന്ത മുഖത്ത് നിന്നും കണ്ടുകിട്ടിയത് എന്ന് പറയുന്നു. ചെറിയൊരു വാർത്തയിൽ ഞാൻ കേട്ടു, ഒരു കുടുംബത്തിൽ 4 പേർ ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ആ ന്യൂസ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. എങ്കിലും വളരെ ഒരു സന്തോഷവും ദുഃഖവും നമ്മുടെ മനസ്സിൽ അലയടിക്കുന്നു ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ 4ാം ദിനവും എവിടെയെങ്കിലും തന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധനയിലാണ് രക്ഷാപ്രവർത്തകർ. പരിശോധനയ്ക്കിടെ മുണ്ടക്കയിൽ നിന്ന് പ്രതീക്ഷയുണർത്തുന്ന ഒരു സിഗ്നൽ റഡാറിൽ ലഭിച്ചു. ദുരന്തമുണ്ടായ കലയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ റഡാർ പരിശോധന തുടങ്ങി. സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റിയ ശേഷമാണ് രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തിയത്. ഏജൻസി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തെ റഡാർ പരിശോധനയ്ക്കു ശേഷമാണ് മുണ്ടക്കയിലെ പരിശോധന ആരംഭിച്ചത്. മുണ്ടക്കയിൽ റഡാറിൽ നിന്നും സിഗ്നൽ ലഭിച്ച കെട്ടിടത്തിൽ പരിശോധന നടത്തുകയാണ്. സിഗ്നൽ ലഭിച്ച സ്ഥലം NDRF കുഴിച്ച് പരിശോധന നടത്തും. ശ്വാസം, അനക്കം തുടങ്ങിയ ഉൾപ്പെടെ റഡാറിൽ വ്യക്തമാകും. കെട്ടിടങ്ങളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് പരിശോധന. ഡെപ്യൂട്ടി കളക്ടറും സ്ഥലത്തുണ്ട്. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കെട്ടിടം പകുതി തകർന്ന നിലയിലാണുള്ളത്. അതിനാൽ തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് പരിശോധന. കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനാണ് പരിശോധന. ദുരിത മേഖലയിൽ നിന്ന് കരളയിപ്പിക്കുന്ന കാഴ്ചകളാണ് പുറത്തു വരുന്നത്. 40 ദിവസം മാത്രം പ്രായമായ അനാറ എന്ന് പറയുന്ന പെൺകുട്ടിയോട് 6 വയസ്സുകാരൻ മുഹമ്മദ് ഹയാനോടുമൊപ്പം ദുരന്തത്തെ അതിജീവിച്ച കഥ പറഞ്ഞ് ഉമ്മ തൻസീറ. മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഉമ്മ തൻസീറ, ഇവരുടെ ഉമ്മ ആമിന, വല്യുമ്മ പാത്തുമ്മ അടക്കം 6 പേരും കുത്തൊഴുക്കിൽ പെട്ട് തെറിച്ചുപോയി. എന്നാൽ അനാറയെ കയ്യിൽ ചേർത്ത് പിടിച്ച് തൻസീറ തൊട്ടടുത്ത കെട്ടിടത്തിൽ ടെറസിൽ തൂങ്ങി നിന്നു. വീണ്ടും വെള്ളം കുത്തിയൊലിച്ച് എത്തിയതോടെ അനാറ കയ്യിൽ നിന്നും ഊർന്നു പോയെങ്കിലും അവളുടെ കൈകളിൽ പിടിത്തം കിട്ടി. കയ്യിൽ തൂങ്ങി നിന്നതിനാൽ കൈകൾക്ക് പൊട്ടൽ സംഭവിച്ച നിലയിൽ അനാറ എന്ന് പറയുന്ന 40 ദിവസം പ്രായമുള്ള ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി. ഇതേ സമയം കുത്തൊഴുക്കിൽപ്പെട്ട് ഹയാൻ എന്ന് പറയുന്ന 6 വയസ്സുകാരൻ 100 മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു പോയിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ കിണറിന്റെ കപ്പിൽ കുടുക്കുന്ന കമ്പിയിൽ തൂങ്ങി നിന്ന നിലയിൽ ഹയാനെ രക്ഷാപ്രവർത്തകർ എത്തി രക്ഷിക്കുകയായിരുന്നു. കുരുന്നുകൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലും ഉമ്മയും വല്യമ്മയും നഷ്ടമായതിന്റെ ഷോക്കിലാണ് തൻസിറ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 344 ആയി. ഇന്ന് 7 അതിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂൾ റോഡിൽ നിന്നാണ് ഒട്ടുമിക്ക മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ചാലിയാറിൽ ഇന്ന് കണ്ടെത്തിയത് 2 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ്. വനം വകുപ്പ്, കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവർ ചേർന്ന് സംയുക്ത തെരച്ചിലിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ മരിച്ച 344 പേരെയാണ്
ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതിൽ തിരിച്ചറിഞ്ഞത് 150-ൽ പരം ആളുകളെ. മരിച്ചവരിൽ 40-ൽ പരം കുട്ടികളും ഉണ്ട്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ 6 സോണുകളിലായി 40 ടീമുകളാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. അതേസമയം പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടു പോയ 4 അംഗ കുടുംബത്തെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു. പലയിടങ്ങളിലേക്കായിട്ട് ചിഹ്നം ചെതറി ഓടി ആ പ്രദേശത്തുള്ള ആളുകൾ. ഒരു ഉത്സവപ്പറമ്പിൽ ഒരു ആന മതമിളകി ഓടിയാൽ നമ്മൾ ഏതൊക്കെ ദിശയിലേക്ക് ഓടും എന്ന് നമുക്കൊരു ലക്ഷ്യവുമില്ല. അതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള ആ ഒരു മലവെള്ളപ്പാച്ചിൽ കണ്ടതിൽ ഒരുപാട് പേർ ലക്ഷ്യമില്ലാത്ത ദൂരങ്ങളിലേക്ക് ഓടിക്കയറി. ഇതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ ആ വ്യക്തികളുടെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാൻ ഇടയാവും. കാരണം ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പല മീഡിയക്കാരും പല രൂപത്തിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരം വെളുത്ത് ഈ സംഭവം നടന്ന അന്നു മുതൽ കൺമി വെട്ടാതെയാണ് ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ആ പ്രദേശങ്ങളൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളും എനിക്കറിയാം. ഞാൻ സഞ്ചരിച്ച വഴികളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തെടുക്കുകയാണ് ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും, ഏതൊക്കെ വീടുകളായിരിക്കും എന്നുള്ള ഒരു ഓർമ്മയിൽ ഞാൻ ഈ ന്യൂസുകളിലൊക്കെ കാണുന്ന വീഡിയോസും മറ്റുമൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ സമയം കളയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഓരോ വ്യക്തികളുടെയും ആ കരഞ്ഞുകൊണ്ടുള്ള വാക്കുകളൊക്കെ കേട്ട് നമ്മുടെ നെഞ്ചും ഒരു തേങ്ങലയോടെയാണ് ആ ഒരു വീഡിയോസ് ഇരുന്ന് കാണുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ആ സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ അറ്റാക്കിൻ്റെ ലക്ഷണമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പോട്ടിൽ മരിച്ചു വീഴും, യാതൊരു സംശയവും വേണ്ട. കാരണം അത്രയും ഭയാനകരമായിട്ടുള്ള ആ ഒരു രൂപത്തിലാണ് അവിടെ ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ. പിന്നെ പല ആളുകളും കമന്റിലൊക്കെ വന്നിട്ടുണ്ട്. പലരും പല രൂപത്തിലുള്ള കമന്റുകളൊക്കെയാണ് ഇടുന്നത്. കാരണം ഇവർക്കൊന്നും ഒരു സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു സംഭവം തൊട്ട് തീണ്ടിയിട്ടില്ല. പല വ്യക്തികളെയും പല രീതിയിലും മോശമാക്കി സംസാരിക്കുന്ന ആ വ്യക്തികൾ തന്നെയാണ് ഇത്രയും എൻ്റെ ഈ ലൈവിലും വന്ന് അനാവശ്യ രൂപത്തിലുള്ള ആ ഒരു രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ എഴുതി വിടുന്നത്. അതെ, ഒരു വ്യക്തി പറയുന്നത് കെട്ടിടം പണിതത് മൊത്തം നിയമവിരുദ്ധമായിട്ടാണ്, കൂടാതെ അനുമതിയില്ലാതെ കുന്നിടിച്ച് നിരത്തിയതിനെതിരെ ഒക്കെ നടപടി നേരിടേണ്ടി വരും. അവിടെ ആ വീടുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളുകളാണ്. കാരണം മുൻകാലങ്ങളിൽ 44 വീടുകളാണ് അത്രേ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. 44 എന്ന് തന്നെയാണ് ചില ആളുകൾ പറയുന്നത്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തവുമില്ല. കാരണം നമ്മളൊക്കെ ഒരു 20 വയസ്സിന് ശേഷമായിരിക്കും ചിലപ്പോൾ വയനാട് ചുരം എന്താണെന്ന് പോലും നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഈ ഇടക്കാലത്താണ് നമ്മൾ വയനാട് എന്താണ്, വയനാടിൻ്റെ ആ ഒരു ഭംഗി എന്താണ് എന്നുള്ളത് ആസ്വദിക്കാൻ വേണ്ടി. ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലിരിക്കുന്ന വ്യക്തികളൊക്കെ ഗൾഫ് നാട്ടിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലേക്കൊക്കെ പോയി പണം സമ്പാദിച്ച് കുടുംബത്തോടൊപ്പം ഒരു ടൂറ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ വയനാടൻ ചുരം കയറി ആ താഴ്വാരത്തും മറ്റുമൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ചില ആളുകൾ അവിടെ റിസോർട്ടുകളിലും 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ആ പ്രദേശത്തിൻ്റെ ആ ഒരു ഭംഗി അത് പ്രകൃതിയിൽ കടഞ്ഞെടുത്ത രൂപത്തിലാണ്. വയനാടൻ മല എന്ന് പറയുന്നത് നമ്മൾ താഴെ നിന്ന് നോക്കുന്നത് പോലെയല്ല. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ആ ഒരു പഞ്ഞിക്കെട്ട് പോലെയുള്ള കോടമഞ്ഞ്, അതിൻ്റെ താഴത്തുള്ള വീടുകളോ അതല്ലെങ്കിൽ മറ്റ് വമ്പൻ കെട്ടിടങ്ങളൊന്നും നമുക്ക്
ചില സമയങ്ങളിൽ കാണാൻ കഴിയില്ല. അപ്പോൾ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നും ആകാശം താഴെയാണ് ഇപ്പോൾ ഉള്ളത്, നമുക്ക് തല കറങ്ങിയിട്ടാണോ നമ്മൾ ഈ കാണുന്നത് എന്നുള്ള ഒരു ചിന്തയും വരും. ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് വയനാട് മാനന്തവാടിയിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ അവിടുന്ന്, എൻ്റെ ഒരു കസിനാണ്, അവിടുന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി ഞാൻ ഈ മാനന്തവാടിയിൽ പോയി. അപ്പോൾ പോകുന്ന സമയം ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോയത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വന്നു, കോഴിക്കോട് നിന്ന് വീണ്ടും ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ആ ചുരം കയറി കുറച്ചങ്ങട് മേലോട്ട് നീങ്ങിയപ്പോൾ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചുരം കയറുന്നത് തന്നെ, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ എനിക്ക് താഴോട്ട് നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു ഭയം എൻ്റെ മനസ്സിൽ. കാരണം ഓരോ വളവുകൾ വരുമ്പോഴും ഈ ബസ് നേരെ ആ കുഴിയിലോട്ട് പോകുമോ എന്നുള്ള ആ ഒരു നോട്ടം, കണ്ണു തുറിച്ചുകൊണ്ടുള്ള നോട്ടമാണ് അന്ന് എനിക്കുണ്ടായത്. അത് ഒരു 20 വയസ്സ്, 19-20 വയസ്സേ ഉള്ളൂ.